ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിൽ ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുക്കുന്നത് ഭക്തരെ ദുരിതത്തിലാക്കുന്നു. ദിവസങ്ങളായി തുടരുന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്ത ദേവസ്വത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 23.56 കോടി രൂപ ചെലവിട്ട് 3 നിലകളിലായാണ് പാർക്കിംഗ് കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്. ദിനംപ്രതി 100 കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നത്. ഇവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ മതിയായ സംവിധാനമില്ലാത്തതിനാൽ പാർക്കിംഗ് കേന്ദ്രത്തിന് പുറത്ത് താൽക്കാലികമായി 10 ശുചിമുറികൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിന്റെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞാണ് മാലിന്യം പുറത്തേക്കൊഴുകുന്നത്. പരിസരത്താകെ ദുർഗന്ധം വമിക്കുകയാണ്. ഇതുമൂലം ഇവിടെ എത്തിച്ചേരുന്ന ഭക്തരും പരിസരവാസികളും മൂക്കുപൊത്തേണ്ട അവസ്ഥയിലാണ്. ദുർഗന്ധം മൂലം വീടിന്റെ ജനലുകളും വാതിലുകളും അടച്ചിടേണ്ട അവസ്ഥയാണെന്ന് പരിസരവാസികൾ പറയുന്നു. ഈ ടോയ്ലറ്റ്സിന്റെ പുറകിൽ മുഴുവനും മലമൂത്ര വിസർജനം ഒഴുകി ഇതാക്കണം. നമുക്ക് വീടിന്റെ അകത്ത് നിൽക്കാൻ വയ്യ, പുറത്ത് നിൽക്കാൻ വയ്യ. വളരെ ഒരു ഹൊറിബിൾ സിറ്റുവേഷൻ ആണ്. വെരി ഡിഫിക്കൽട്ട് ടു ലിവ് ഹിയർ. ഇത്രയും ഇവര് കണ്ടിട്ടും പോലും കണ്ടില്ല എന്ന് അടിച്ചതാക്കുമ്പോൾ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ സ്ഥിതി തുടർന്നാൽ പരിസരത്തെ കിണറുകളും മലിനപ്പെടുമെന്ന ആശങ്കയുണ്ട്. മകരവിളക്കിനോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചാൽ മാലിന്യം റോഡിലേക്കും ഒഴുകിയെത്തുന്ന സ്ഥിതിയാണ്. പരിസരത്താകെ മാലിന്യം കെട്ടിക്കിടക്കുന്നതിനാൽ ശുചിമുറിയിലേക്ക് കയറാൻ മടിക്കുന്ന തീർത്ഥാടകർ പരിസരങ്ങളിൽ കാര്യം സാധിക്കുന്നുണ്ട്. ഇതോടെ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ പരിസരം മലിനമയമാണ്. ഇതിനെതിരെ പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്ത ദേവസ്വം നിലപാട് പ്രതിഷേധാർഹമാണെന്ന് വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നല്ലൊരു പ്രോജക്റ്റ് ഗുരുവായൂർ ദേവസ്വത്തിന് സമർപ്പിച്ചിട്ടുള്ളതാണ്. ഇത് ഭംഗിയായി കൊണ്ടു നടക്കാൻ പോലും ഗുരുവായൂർ ദേവസ്വത്തിന് സാധിക്കുന്നില്ല. ഈ 4-5 ദിവസമായിട്ട് ഇതൊരു റിപ്പോർട്ട് ചെയ്തിട്ടും ഗുരുവായൂർ ദേവസ്വത്തിലും ഗുരുവായൂർ നഗരസഭയിലും റിപ്പോർട്ട് ചെയ്തിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇതിന്റെ തൊട്ടടുത്ത് കുറെ ആൾക്കാർ താമസിക്കുന്ന, കുറെ പ്രായമായവരും കുറെ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവർക്ക് മൂക്ക് പൊട്ടിയിട്ട് ഇവിടെ നിൽക്കാൻ പോലും വയ്യ, അസുഖങ്ങൾ വരുന്നു. അവരുടെ കിണറിലേക്കാണ് ഈ അടിക്കൂടെ ഈ കക്കൂസ് മാലിന്യം ഒഴുകിപ്പോണത്. ദേവസ്വം അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും കൗൺസിലർ അറിയിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ.